ഹംഗറി മിർനാളിന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ഒരു യുവാവിന് മേത്തും ഫുഡിലൊക്കെ നിറച്ച് പുഴുവുണ്ടായി. ആദ്യം തന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന സംഭവം ഹംഗറി മിർനാളിന്റെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച ഒരു കസ്റ്റമറിന്റെ അവസ്ഥയാണ്. അതായത് ഫുഡിലും മാത്രമല്ല കയ്യിലൊക്കെ പുഴുമെന്തുന്ന അവസ്ഥയാണ്. ഇത്രത്തോളം വൃത്തിഹീനമായിട്ടാണ് അവിടെ ഫുഡ് കൊടുക്കുന്നത്. നാട്ടുകാരുടെ ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിച്ച് കുറ്റവും കുറവും പറയുന്ന മിർനാളിനെ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് പറയാൻ തോന്നുന്നു? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യം സ്വന്തം ഹോട്ടലിലെ കരടെടുത്ത് കളഞ്ഞിട്ട് പോരെ നാട്ടുകാരെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് മിർനാള് ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റി വിശദീകരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം. ക്വാളിറ്റി ഒരു ജീവിത രീതിയാണ്, അതും പണവും തമ്മിൽ ബന്ധമില്ല. ഗൈസ്, ക്വാളിറ്റിയും പണമായിട്ട് ബന്ധമുണ്ട്. കാരണം നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഫണ്ട് മുടക്കേണ്ടി വരും. ബാക്കി കേട്ടു നോക്കാം. ഒരുപാട് പണം ഉണ്ടായിട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. കാര്യമായിട്ട് ധനസ്ഥിതി ഒന്നും ഇല്ലാതെ പോലും ഉള്ളതിന്റെ ഉള്ളിൽ നിന്നിട്ട് ബെസ്റ്റ് ക്വാളിറ്റിയില് ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഇന്നത്തെ കാലത്ത് പണമുള്ളവനും ഇല്ലാത്തവനും നല്ല ഫുഡ് കഴിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുള്ളൂ. അല്ലാതെ അവരൊരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത തേടി പോവില്ല. വാഴപ്പിണ്ടി തോരനേ ഉണ്ടാവുള്ളൂ ചിലപ്പോ, പക്ഷെ ഉള്ളതിന് ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. വാഴപ്പിണ്ടി തോരനായാലും ചേമ്പ് കറി ആയാലും അവരെല്ലാരും നല്ല രീതിക്ക് വെച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റേ ആളുടെ ടേബിളില് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും കഴിക്കാൻ, പക്ഷെ ഒരെണ്ണം പോലും ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു ക്വാളിറ്റി ഫുഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് സാധനം ഉണ്ടായാലും കുറച്ച് സാധനം ഉണ്ടായാലും അത് കൈകാര്യം ചെയ്യുന്നവന്റെ കയ്യിലിരിക്കും ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്ന്. ബാക്കി കേൾക്കാം. ക്വാളിറ്റി ഒരു ജീവിത രീതിയാണ്, അതിൽ പണവും തമ്മിൽ ബന്ധമില്ല. അങ്ങനത്തെ ആളുകളാണ് നിങ്ങളുടെ ആദ്യം മുതലുള്ള റെഗുലർ കസ്റ്റമർ. ഇപ്പോഴും അവരാണ് അവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അവരാണ് കൂടുതൽ പേരോട് പറഞ്ഞു കസ്റ്റമേഴ്സ് വന്നെങ്കിൽ നല്ല ഫുഡ് സെർവ് ചെയ്യണം. അപ്പൊ കസ്റ്റമേഴ്സ് ആൾക്കാരെയും കൊണ്ടുവരും. കൂടുതൽ ആൾക്കാരെയും കൊണ്ടുവരുന്നത് അവരാണ് ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ക്വാളിറ്റി വരില്ല. അങ്ങനെ ക്വാളിറ്റി വന്നെങ്കിൽ അതിനായിട്ട് ഇറങ്ങി തിരിക്കണം. നല്ല റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കണം. അത് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. പുള്ളിക്കാരന് എല്ലാം മനസ്സിലാവും. പക്ഷെ സ്വന്തം കാര്യത്തിൽ അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ പുള്ളിക്കാരൻ ഒരിക്കലും ശ്രമിക്കില്ല. സ്വന്തം റെസ്റ്റോറന്റിൽ ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത മിർനാള് വന്ദേ ഭാരത് ട്രെയിനിലെ ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റി വിശദീകരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം. വന്ദേ ഭാരത് വന്നില്ല 2023, പക്ഷെ റൈസ് വളരെ മോശമാണ്. കറി എന്ന് പറഞ്ഞിട്ട് മഞ്ഞ തണ്ണി തന്നെയാണ്, മഞ്ഞ വെള്ളം. വന്ദേ ഭാരതിലെ ഫുഡ് മോശമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ചോറാകുമ്പോൾ ചിലപ്പോൾ വെന്തു പോകാം, വെന്തു പോകാതിരിക്കാം. അത് നിസ്സാരമായ മിസ്റ്റേക്ക് ആണ്. പക്ഷെ മിർനാളിന് സംഭവിച്ച പോലെ വലിയ മിസ്റ്റേക്ക് ഒന്നും വന്ദേ ഭാരത് ട്രെയിനിന് സംഭവിച്ചിട്ടില്ല. ബാക്കി കേട്ടു നോക്കാം. ഏതോ കാലത്ത് ഡൽഹിയിൽ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട കേട്, ഏതോ കാലത്ത് ഡൽഹിയിൽ ഉണ്ടാക്കി കൊടുത്തുവിട്ട റാഗി ലഡു. നോർത്ത് ഇന്ത്യക്കാരുടെ ഭക്ഷണമാണ് മൊത്തം. അതെന്തൊക്കെ? നോർത്ത് ഇന്ത്യക്കാരുടെ ഭക്ഷണമായാലും അവരവരുടേതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. അല്ലാതെ തന്നെ പോലെ പുഴുവരിച്ച ഫുഡൊന്നുമല്ല വന്ദേ ഭാരതിൽ കൊടുക്കുന്നത്. കേരളത്തിലെ ട്രെയിനിൽ കേരളത്തിലെ നല്ല ഭക്ഷണം കിട്ടൂലേ? മിൽമ ഐസ്ക്രീം ഇന്ന് ഉണ്ടാക്കി ഇന്നത്തെ ട്രെയിനിൽ. കേരളത്തിലെ ആയാലും നോർത്ത് ഇന്ത്യയിലായാലും വെക്കുന്നത് നല്ല ഫുഡായിരിക്കണം. വിട്ടത് ഇവിടെ നല്ല ഫ്രഷ് ഭക്ഷണം കിട്ടാനുണ്ട്, പക്ഷെ അവിടുന്ന് കൊണ്ടുവന്നാലേ അവർക്ക് മുതലാവുള്ളൂ എന്ന് തോന്നുന്നു. ഫുഡ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാലും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാലും അവരവരുടേതായ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വരെ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിപ്രായം. ആദ്യം മിർനാൾ സ്വന്തം കണ്ണിലെ കരടെടുത്ത് കള, എന്നിട്ട് മറ്റുള്ളവരെ ഗുണദോഷിക്കാൻ നിൽക്ക്. ബൈ ബൈ.